മനന പ്രകരണം. ശ്രീമദ് ഗുരുവേ നമഃ. ഒരുവന് മോക്ഷേച്ഛയുണ്ടെങ്കിൽ അപ്പോൾ തപസ്സിനെ വിട്ടിട്ട് ശ്രവണത്തെ ഗുരുസന്നിധാനത്തിൽ സർവദാ ചെയ്യട്ടെ. ശ്രവണം ചെയ്തിരിക്കുമെന്നാൽ അപ്പോൾ പരോക്ഷ ജ്ഞാനികളായതിനാൽ മനനത്തെ ചെയ്യട്ടെ. ആയതിനാൽ വൈരാഗ്യോപരാധികളോട് കൂടി ഇരുന്നാലും അദ്വൈതാത്മസ്വരൂപത്തെ ശ്രവണം ചെയ്യാതെ ആത്മകഥ തന്നെ അറിയാത്തവർക്ക് ഇത് വസ്തു ഇത് അവസ്തു എന്ന് നിത്യാനിത്യ വസ്തുവിവേകം തന്നെ ഇല്ലാത്തതിനാൽ അവർക്ക് വസ്തുതത്വ വിചാരയുടെ ബഹുദൂരം തന്നെ. ആകെ വൈരാഗ്യാദികളെല്ലാം സഹായം മാത്രമെന്നല്ലാതെ മുഖ്യ ഹേതുക്കളല്ല. നിത്യാനിത്യ വസ്തുവിവേകം തന്നെ മുഖ്യ ഹേതുവെന്നും അസാധാരണ ഹേതുവെന്നും സിദ്ധമാകുന്നു. കാരണം ഇവിടെ സ്വാമി പറയുകയാണ്, ഒരുവന് മോക്ഷേച്ഛയുണ്ടെങ്കിൽ, മോക്ഷേച്ഛ എന്ന് പറഞ്ഞാൽ ഈ ശാശ്വതമായിട്ടുള്ള ആനന്ദാനുഭവം വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലൗകികത്തിൽ സുഖമുണ്ട്, അതില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനൊന്നും വേണ്ടത്ര നിലനിൽപ്പില്ല. മാത്രമല്ല അത് നമുക്ക് നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് വിരുദ്ധമാണ്. അത് വേണ്ടെന്ന് വെക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മുഖ്യവും അതല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജീവന് ശാശ്വതമായ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയുമാണ് ലക്ഷ്യം. അതിനെ ലാക്കാക്കിയിട്ടാണ് വേദം ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഒരുവന് മോക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തപസ്സിനെ വിട്ടിട്ട് ശ്രവണത്തെ ഗുരു സന്നിധാനത്തിൽ സർവദാ ചെയ്യട്ടെ. തപസ്സെന്ന് ഉദ്ദേശിക്കുന്നത് ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറ്റിപോലെ ഇരിക്കണമല്ല. നമ്മൾ തപസ് ചെയ്താണ് പഠിച്ചൊരു ജോലി നേടിയതും, ഒരു തപസ്സാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ഉദ്യോഗം കിട്ടുന്നതും, ഒരു തപസ്സാണ് ഒരു വിവാഹം കഴിക്കുന്നതും, ഒരു കുട്ടിയെ വരുന്നതും, എന്ന് പറയുന്ന ഒരു വീടുണ്ടാവണം. ഇതെല്ലാം തപസ്സിൻ്റെ ഫലമാണ്. ആഗ്രഹിച്ച് കിട്ടുന്നതിനെയാണ് തപസ്സെന്ന് പറയുന്നത്. ഇവിടെ അതല്ല അർത്ഥം. അതുകൊണ്ടാണ് തപസ്സിനെ വിട്ടിട്ട് സർവദാ ശ്രവണം ഒരു സന്നിധാനത്തിൽ ചെയ്യട്ടെ എന്ന് പറയുന്നത്. മനുഷ്യൻ തപസ്യ മിടുക്കരാണ്. ഒറ്റക്കാലിൽ കൊക്ക് നിന്ന് തപസ് ചെയ്യുന്ന എന്തിനാണ് ചേച്ചി? മീന് അതിൽ വരുമ്പോൾ അവനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഉദ്ദേശം അതിന് ലഭിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നതിനാണ് തപസ് എന്നുള്ളത്. എന്നാൽ ഇവിടെ ഒരു ആഗ്രഹവും ഇല്ല, പാടില്ല. കാരണം നമുക്ക് എന്തെങ്കിലും നേടത്തക്ക ഒരു കാര്യമായിട്ടല്ല തൻ്റെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന കടമ്പ ഇരിക്കുന്നത്. അത് ലഭിച്ച പൊരുളായിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ അതിനെ ഉണരുന്നില്ല. അതിനെ ഉണരാതിരിക്കുന്നതിൻ്റെ കാരണത്തെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഈ അജ്ഞാനത്തിനെയാണ് അവർ ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കുന്നത്. ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതാക്കുമ്പോഴും താൻ അങ്ങനെ തന്നെ എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എപ്പോഴും അങ്ങനെ ഇരിക്കാനേ പറ്റും. പിന്നെ ഇതിൽ ജാഗ്രത സൂക്ഷിക്കുന്ന 3 അവസ്ഥകൾ വന്നിട്ട് പോകും. ജാഗ്രതയിൽ ഒരു പ്രകൃതം, സ്വപ്നത്തിൽ വേറൊരു പ്രകൃതം, സുഷുപ്തിയിൽ ഒരു പ്രകൃതം. ഈ 3 ജീവന്റെ പ്രകൃതങ്ങളാണ്. ജീവന്റെ പ്രകൃതങ്ങൾ അനാദിയായിട്ട് അതിലും ഇരിക്കുകയാണ്. ഇതിൽ ഭ്രമിച്ചുകൊണ്ട് ഇത് സത്യമെന്ന് വിചാരിച്ച് എല്ലാവരും മയങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. ഇത് തിരിച്ചറിയാതെ ഏതിനെ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അറിഞ്ഞ് മുക്തനാവുക എന്നുള്ളതാണ്. ആത്മസ്വരൂപത്തെ അറിയുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്, മുക്തി എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് തപസ്സിന് വിടുക എന്ന് വെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അവർ സർവ്വതാ ഈ ശ്രവണത്തെ ചെയ്യട്ടെ. ശ്രവണം എന്ന് പറഞ്ഞാൽ ഗുരുശാസ്ത്രങ്ങളെല്ലാം എന്താണ് പറയുന്നത്? വിവേകത്തെയാണ് പറയുന്നത്. എന്താണ് വിവേകം? വിവേകം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വിവേകം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മൾ അന്ധന്മാരായി വിവേകമിക്കും ബഹു ഗോകുതൻ്റെ വിവേകമിക്കും ബഹു ഗോക്കളെല്ലാം പറയുന്ന പോലെ ഒരാൾ ചെയ്യുന്നതിനെ അനുകരിച്ച് വേറൊരാൾ ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് എന്താണ് അതിൽ വല്ല കാര്യം ഇരിക്കുന്നു എന്നുള്ള ആരും ചിന്തിക്കുന്നുമില്ല. ചിന്തിക്കുന്നുണ്ടായിരുന്നു ആരും ചിന്തിക്കില്ല. എന്തുകൊണ്ട്? അവർ ബുദ്ധി വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറല്ല ആരും. അതുകൊണ്ടാണ്
മൂഢാത്മാക്കളെന്ന് വേദം പറയുന്നു. ബുദ്ധി അല്പം പോലും പ്രവർത്തിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ വിവേകത്തെ ഇവിടെ ഉപദേശിച്ചുകൊണ്ട് പോവുകയാണ്. വിവേകം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബുദ്ധി പ്രവർത്തിപ്പിക്കാനുള്ള കാര്യം അതിനെയാണ് ഉപദേശം പറയുന്നത്. ജ്ഞാനമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിവേകം എന്നാണ്. വിവേകം ഉപദേശം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു സർവ്വതാ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് എന്താണ് ഈ വേദം പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാനും അത് ആലോചിക്കാനും ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും ഒക്കെ സൗകര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ടാണ് തൻ്റെ അജ്ഞാനം നീങ്ങൽ. അജ്ഞാനം ഞാൻ എന്നെ അറിയുന്നില്ല എന്നുള്ള ഒരു മൂഢത. അങ്ങനെ ആ മൂഢത്തിൽ ഇരിക്കുമ്പോഴും താൻ തന്നെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് എനിക്ക് നാവില്ലെന്ന് പറയുന്ന പോലെ എന്നൊക്കെ വേദം പറയുന്നത്. എനിക്ക് നാവില്ലെന്ന് പറയുന്നത് പോലെയാണ് എല്ലാ ഇതിലും നടക്കുന്നത്. പരമാർത്ഥമായി പകൽ പോലെ ആ സ്വരൂപം തെളിഞ്ഞ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം അറിയാത്തത് കൊണ്ട് പാമ്പായിട്ട് കയറിൽ തെളിയാത്തത് കൊണ്ട് അതിന് പാമ്പായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ സ്വരൂപം അറിയാത്തതുകൊണ്ടാണ് ഈ പ്രപഞ്ചമായിട്ട് ഇത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലെ വിളക്കവും ഇരുപ്പവും എല്ലാം വാസ്തവത്തിൽ തൻ്റെ ആത്മസ്വരൂപം തന്നെയാണ്. വാസ്തവത്തിൽ ആ സ്വരൂപമാണ് ഇതിൽ വിളങ്ങുന്നത്, മറ്റേതിന് വിളക്കമില്ല. സ്വർണ്ണത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, സ്വർണ്ണത്തിൽ നാമരൂപങ്ങളെ കൈക്കൊണ്ട് മാലയും വളയും വിളങ്ങുന്നു എന്ന് പറഞ്ഞാലും നമുക്കറിയാം സ്വർണ്ണമാണ് വിളങ്ങുന്നല്ലേ. പക്ഷെ നാമരൂപങ്ങൾ വിളങ്ങുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അവിടെയാണ് തെറ്റിയത്. ഇത് അന്യമായ വേറൊന്നല്ല, ഇത് സ്വന്തം തന്നെയാണ് ഇതിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഈ പറഞ്ഞ അഭേദ ദർശനം ഉണ്ടാവണം. ഈ സ്വർണ്ണം മാലയും വളയും കമ്മലും എല്ലാം ഒരേ ഒരു സ്വർണം തന്നെ. ഇതിൽ അധിഷ്ഠാനമായിരിക്കുന്ന സ്വർണത്തെ അറിയുന്നതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ മാലയെന്നും വളയെന്നും മോതിരമെന്നും ഇരുന്ന ഭേദബുദ്ധി നീങ്ങി മനസ്സ് ശാന്തമായി നിർവികൽപ്പ സമാധിയിലേക്ക് പോകും. അതിനെയാണ് സത്വഗുണ പരിണാമം ഇതിനുണ്ടാവുമെന്നും അഖണ്ഡാകാര വൃത്തി ഉണ്ടാവുമെന്നും ഒക്കെ വേദം പറയുന്നത് ഇതിനെയാണ്, ഈ ഭാഗത്തിനെയാണ്. അതുകൊണ്ട് ഇപ്പം നമുക്കുള്ള പ്രശ്നം എന്താണ്? ഇതിനെ അറിയാൻ പറ്റുന്നില്ല. അറിയാത്ത എന്തുകൊണ്ട്? നമ്മുടെ കരണങ്ങൾക്ക് ശുദ്ധിയില്ല. അതാണ് മനസ്സിന് ശുദ്ധിയില്ല. മനസ്സെപ്പോഴും വെളി വിഷയങ്ങളെ നോക്കിക്കൊണ്ടും അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇങ്ങനെ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്ന് പിടിച്ചു കെട്ടുകയാണ്. ഗുരു ആദ്യം ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത് ഈ മനസ്സ് ഇങ്ങനെ ഈ മനസ്സിനെ ഉപമിച്ചിരിക്കുന്നത് നായൻ പോലെയാണ്, അല്ല കുരങ്ങനെ പോലെ. പൊൻപോലെ ഇലങ്കുമനം ചഞ്ചലത്താൽ കുരങ്ങ. അവർ കുരങ്ങാണ്. കുരങ്ങ് എങ്ങനെയാണ് കുരങ്ങിൻ്റെ പ്രകൃതത്തിൽ ഈ മനസ്സ് ഇപ്പം നിൽക്കുന്നതെന്ന് ഒരു സ്വാമി പറഞ്ഞത് ഞാൻ പറയാം. സ്വാമി പറഞ്ഞു, കുരങ്ങനെന്ന് പറഞ്ഞാൽ തന്നെ ഈ ചടി ഒരു നിമിഷം നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ കുരങ്ങൻ? അങ്ങനെയുള്ള കുരങ്ങന് കള്ള് കുടിപ്പിച്ചു. അതിനുശേഷം അതിനെ ഒരു തേളിനെ കൊണ്ട് കൊത്തിക്കുകയും കൂടെ ചെയ്താൽ ഈ കുരങ്ങൻ്റെ തുള്ളലും ചാട്ടവും എങ്ങനെയാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. അറ്റ് പ്രസന്റ് കണ്ടീഷനിൽ ഓരോരുത്തരുടെയും മനസ്സ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിന് എങ്ങനെയാണ് ഒരാൾക്ക് ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഈ കുരങ്ങിന് കള്ളു കൊടുത്ത് അതിനെ തേളിനെ കൊണ്ട് കടുപ്പിച്ചാൽ എങ്ങനെയോ അതിൻ്റെ ആ പ്രകൃതത്തിൽ ഈ മനസ്സ് അകപ്പെട്ടിരിക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ എല്ലാവരും. ഈ മനസ്സിനെയാണ് നിശ്ചലമാക്കി ശാന്തമാക്കി തൻ്റെ സ്വരൂപത്തെ അറിയുന്ന ഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ടാസ്ക്കാണ്. ഇതൊരു വലിയ ടാസ്ക്. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നു, ഈ ലോക വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം കുറച്ചു കൊണ്ടുവരിക. നമ്മുടെ വിചാരം ഇതൊക്കെ ഇങ്ങനെ വിചാരിക്കുക. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ഇപ്പം അങ്ങനെ ചെയ്താലേ അങ്ങനെ ജയിക്കുള്ളൂ തോക്കുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം ഈശ്വരൻ്റെ ലീലാവിലാസമായിട്ട് ഇതൊക്കെ പ്രവർത്തിക്കുക. ഈശ്വരാർപ്പണം ചെയ്യണം. അതാണ് നിഷ്കാമമായിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനസ്സടങ്ങി ശുദ്ധമാവും. തെളിഞ്ഞ ജലാശയത്തിൽ അതിൻ്റെ അടിത്തട്ട് കാണാമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇളകിയ ജലാശയത്തിൽ അടിത്തട്ട് കാണാൻ പോയിട്ട് പക്ഷെ തെളിഞ്ഞ് അനങ്ങാത്ത ഇളക്കമില്ലാത്ത ആ തടാകത്തിൻ്റെ അടിത്തട്ട് കാണാം. ഇതുപോലെ
തൻ്റെ സ്വരൂപം ഇതിൻ്റെ അടിത്തട്ടായിട്ടിരിക്കുകയാണ്. ഇതിനെ അറിയണമെങ്കിൽ മനസ്സൊന്നും ശാന്തമായി തെളിയണം. ഇത് ഈ ഓളങ്ങൾ വിട്ടാൽ തന്നെ അത് കലക്കൽ തെളിഞ്ഞ് 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 അത് കണ്ണീര് പോയാണ്. തന്നെ അറിയുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടും ഉള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നില വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ഥാനമാനങ്ങളും ഞാനെന്ന ഭാവങ്ങളും വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. എല്ലാം ഇതിനൊന്ന് തേച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാരണം വിളിയില്ല ആണ് ശുദ്ധി ശ്രമിക്കുന്നതെന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇതാണ്, ഒരുവന് മോക്ഷിച്ചുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തപസ്സിന് വിട്ടിട്ട് ശ്രവണത്തെ ഗുരുമു സന്നിധാനത്തിൽ സർവ്വത ചെയ്യട്ടെ. ശ്രവണം ചെയ്തിരിക്കുമെന്നാൽ അപ്പോൾ പരോക്ഷ ജ്ഞാനികളായതിനാൽ മനനത്തെ ചെയ്യട്ടെ. പരോക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ശാസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്നതിന് നമുക്ക് ഏതാണ്ടൊരു ധാരണ നമുക്ക് വരും. അങ്ങനെ വന്നാൽ മാത്രം പോരാ, ഉടനെ തന്നെ അതിനെ ഉപയോഗിച്ച് മനനത്തെ ചെയ്യട്ടെ. മനനത്തെ അത് നല്ല വിചാരിച്ച് നോക്കണം, നല്ലപോലെ എന്താണ് ഈ പറഞ്ഞത് എന്നൊക്കെയുള്ള ആ ഒരു വിചാരം ഇതിൽ കൊണ്ടുവരണം. അത് കഴിഞ്ഞാൽ ആയതിനാൽ വൈരാഗ്യ ഉപരോധികളോട് കൂടിയിരുന്നാലും അദ്വൈതാത്മ സ്വരൂപത്തെ ശ്രവണം ചെയ്യാതെ ആത്മകഥ തന്നെ അറിയാത്തവർക്ക് ഇത് വസ്തു ഇത് അവസ്തു എന്ന നിത്യാനിത്യ വസ്തു വിവേകം തന്നെ ഇല്ലാത്തതിനാൽ അവർക്ക് വസ്തുതത്വ വിചാരം എവിടെ? ബഹുദൂരം തന്നെ. ആകയാൽ വൈരാഗ്യാദികളെ എല്ലാം സഹായമാത്രമെന്നല്ലാതെ മുഖ്യഹേതുക്കളല്ല. എന്നാൽ നിത്യാനിത്യ വസ്തു വിവേകം തന്നെ മുഖ്യഹേതു. നമുക്ക് വൈരാഗ്യാദികളെന്ന് ഉദ്ദേശിക്കുന്ന ചിലർ കണ്ടിട്ടില്ലേ, അവർ ഒരു നേരത്തെ ആഹാരമാക്കും. ചിലർ പിന്നെ ഈ പറഞ്ഞ കണക്ക് സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകും. എന്തിനാണ് വൈരാഗ്യം? ഈ ലോകത്തോട് ഉള്ള വിരക്തിയാണ്. ഇത് വേണ്ട എന്നുള്ള ഒരു മട്ടിൽ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്വാമി കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ചിട്ട് പോയി. ഇതൊക്കെ വിരക്തി എന്നാണ് പറയുന്നത്. പിന്നെ പിള്ളേരും കുട്ടിയും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകും. ഇതൊക്കെ വിരക്തിയുടെ ഭാഗങ്ങളാണ്. അതുപോലെ ആഹാരം ഒരു നേരമാണ്, പിന്നെ ഉറക്കം കുറച്ചു, നല്ല പട്ടുമെത്തയിലേക്ക് കിടന്ന് ഇപ്പം തറയിൽ കുൽപ്പാവിച്ച് കിടന്ന് വെറും തറയിൽ കുൽപ്പാവിച്ച് കിടക്കാൻ പറ്റും. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന പിന്നെ വൈരാഗ്യമാണ്. ഇതിനെയാണ് വിരക്തി ശീലിക്കുന്ന. ഇങ്ങനെയാണ്. അപ്പോൾ സ്വാമി ഇവിടെ പറയുന്നു, ഇതൊന്നും മുഖ്യഹേതുക്കളല്ല, അങ്ങനെ ചെയ്യുന്നത് മുഖ്യഹേതുവല്ല. പക്ഷേ നിത്യാനിത്യ വസ്തു വിവേകമാണ് മുഖ്യഹേതു. എന്നുവെച്ചാൽ ഈ ലോകത്ത് വാസ്തവത്തിൽ നിത്യമേതാണെന്നുള്ളതും അനിത്യമേതാണെന്നുള്ളതും വേർതിരിച്ച് അറിയാനുള്ള ഒരു മനനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നിത്യമായിട്ടുള്ള ഏതാണ് ഈ ലോകത്ത്? നമുക്കെന്നെ നോക്കാം, ഒന്നും നിത്യമല്ല. ഒരു നദി ഇതിലേ പോയിക്കൊണ്ടിരുന്നു, ഇപ്പം കാണാനില്ല. ഭാരതപ്പുഴ കാണാനില്ല, അവിടെ മണൽ മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ഒരു ഭയങ്കര കുന്നുണ്ടായിരുന്നു, ആ കുന്നിപ്പോൾ കാണാനില്ല. അത് ഒത്തിരി വെള്ളം എടുത്തിട്ട് പോയി. കണ്ടില്ലേ, മറ്റോ മല മുഴുവൻ കുടിഞ്ഞു പോയി. ചുറ്റി പറഞ്ഞാൽ ഈ ലോകവസ്തുക്കളെല്ലാം ഒരു നിത്യത്വം ഇല്ലാത്തതാണ്, ഒരു അനിത്യമാണ്. ഇനിപ്പോട്ട് നമ്മളല്ല, ഇതിൻ്റെ ബാല്യം, യൗവനം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറഞ്ഞ ദശകളിലൂടെ ഇത് സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പറയാം, ഇതിനും ഒരു നിത്യതയില്ല, ഒരു സ്റ്റേണിറ്റി ഇല്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന അനിത്യമായിരിക്കുന്ന കാര്യങ്ങളായിട്ട് ഈ ലോകത്തെ നമുക്കറിയാൻ സാധിക്കും. പിന്നെ ഇതിൽ നിത്യം ഏതാണെന്നുള്ള ചോദ്യം. നിത്യം ഏതാണ്? അറിവ് നിൽക്കേണ്ടതില്ല. അതായത് ഇപ്പൊ തന്നെ ഒരു അപ്പൂപ്പൻ്റെ ഒരു കഥ നമ്മളെ ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ട്, സുസ്വാമിയായിട്ട്. സ്വാമി പറഞ്ഞു, അപ്പൂപ്പൻ നല്ല വയസ്സായ അപ്പൂപ്പൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉള്ള സമയം. പിന്നെ പേരക്കുട്ടി ഒരു കൊച്ചു വന്നിട്ട് അപ്പൂപ്പൻ്റെ ഡ്രങ്ക് എടുത്തു തുറന്നപ്പോൾ അതിൽ കുറേ ഫോട്ടോകൾ. അപ്പൂപ്പ ഇതാ ഒരു കൊച്ചു വാവയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പ പറഞ്ഞു, അത് കൊച്ചു വാവല്ല മക്കളെ, അപ്പൂപ്പനാണെന്ന് പറഞ്ഞു.
അല്ലപ്പോ ഇതൊരു കൊച്ചുവാവയാണ്. അല്ല മോനെ, അപ്പൂപ്പനാണെന്ന് പറയും. ശരി, അപ്പൊ കൊച്ചു വേറൊരു ഫോട്ടോ സുപ്പക്കൂടെ വേറെ ഫോട്ടോ. അപ്പോൾ ഒരു ഏതാണ്ട് ഒരു ചേട്ടൻ. അപ്പോഴപ്പൂപ്പൻ പറയണം, അപ്പൂപ്പൻ പറഞ്ഞു, മോനെ അത് ചേട്ടനല്ല, അപ്പൂപ്പനാണത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ഒരാൾ, ഒരു യുവാവ്, അത് പറഞ്ഞ് കൊച്ചച്ഛന് അച്ഛനെ പോലെയൊക്കെ തോന്നുന്ന ഒരാളിരിക്കുന്നത്. മോനെ അത് അപ്പനാണ്, നിന്റെ അപ്പൂപ്പനാണെന്ന്. നോക്കണേ, ഈ മാറ്റങ്ങളെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനെല്ലാം മാറ്റമില്ലാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറിവ് നിൽക്കുന്നുണ്ട്. ഇതാണ് അപ്പൂപ്പൻ. ശരിക്കുള്ള അപ്പൂപ്പനാണത്. അപ്പൂപ്പനല്ല, ശരിക്കുള്ള അതിൻ്റെ യഥാർത്ഥ സ്വരൂപമാണത്. ഇതാണ് ഇതിൽ മാറിക്കൊണ്ടിരിക്കുന്നതൊന്നും ആത്മാവല്ല. ഇതിൽ മാറ്റമില്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടൊരാൾ. അതല്ലേ ഈ അപ്പൂപ്പൻ്റെ ഈ കഥ ഇതാണ് സൂചിപ്പിക്കുന്നത്. അതാണ് മോനെ അപ്പൂപ്പനെന്ന്. അപ്പൂപ്പനെല്ലാം അറിയാം. അപ്പൂപ്പൻ്റെ ശരീരത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും മുഴുവൻ അറിയാം. അങ്ങനെ ഒരു ബോധം, ഒരു അവബോധം ഇതിലോട്ട്. ആ അവബോധം ഇപ്പം നമുക്ക് വ്യക്തമല്ലത്. പക്ഷെ അത് വ്യക്തമാകുന്നതിലേക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ മനസ്സൊന്ന് തെളിഞ്ഞ് വരണം. മനസ്സെന്ന് പറഞ്ഞാൽ ഈ കുരങ്ങിനെ പോലെ പറഞ്ഞില്ല, അതിന് കുരങ്ങിന് കള്ളു കൊടുത്ത് തേളിനെ കൊണ്ട് കടുപ്പിച്ചാൽ എങ്ങനെയാണോ കുരങ്ങൻ, അതാണ് മനസ്സ് ഒരാളുടെ. അത്രയ്ക്ക് വികൃതമാണ്. അത് പിടക്കി അവർക്ക് ഒരു ബഹളമാണ്. ഈ മനസ്സിനെ കൊണ്ട് എങ്ങനെ തൻ്റെ സ്വരൂപത്തെ പിടിക്കാൻ പറ്റും? അതിന് തന്നെ ഒരു നിലയില്ലല്ലോ. ഇതൊരു നിശ്ചല തത്വമാണ്. ഇപ്പോൾ ട്രെയിൻ ഓടി കയറണമെങ്കിൽ അതൊരു 10-20 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഓടിക്കയറാൻ പറ്റും. നമ്മൾ ഓടി അതേ 20 കിലോമീറ്റർ സ്പീഡിൽ നമ്മളാകുമ്പോൾ അത് കേൾക്കാം. അല്ലാതെ കയറാക്കില്ല, മറിഞ്ഞു വീഴും. അതുകൊണ്ട് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അതിന് സിങ്കർണൈസ് ആവണം നമ്മൾ. ഇതുപോലെ തൻ്റെ സ്വരൂപത്തിൽ ഒരു സിങ്കർണൈസ് ചെയ്യുന്നതിനെയാണ് മനസ്സ് നമ്മൾ ഈ സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രവേശിക്കണമെങ്കിൽ ഞാൻ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്, നമ്മുടെ ഐഡിയ വെച്ചോണ്ട് പറഞ്ഞത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ഓടിയും കയറാൻ പോകില്ല. ബസ് ഓടിക്കൊണ്ടിരിക്കണം, അതിൻ്റെ കൂടെ ഓടണം. ഓടി വരുമ്പോൾ ഏതാണ്ട് ബസ്സിൻ്റെ സ്പീഡും നമ്മുടെ സ്പീഡും ഒരുപോലെ ആകുമ്പോൾ അങ്ങ് കയറണം. അത്രേ പറ്റുമോ? ഇതുപോലെ തൻ്റെ സ്വരൂപത്തെ അറിയാനും ഈ മനസ്സ് ഇതിൽ സിങ്കർണൈസാണ്. അതുകൊണ്ടാണ് മനസ്സ് ഇതിൽ ഐക്യം വരണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിൻ്റെ അശുദ്ധി മാറണം. അതിനു വേണ്ടിയിട്ട് ഉള്ള വിവേകത്തെയാണ് ഉപദേശിക്കുന്നത്. ഇതിനെയാണ് ജ്ഞാനോപദേശം എന്ന് പറയുന്നത്. അല്ലാതെ ആത്മാവിനെ നോക്കിക്കൊണ്ട് ജ്ഞാനോപദേശം ചെയ്യേണ്ട കാര്യമുണ്ട്? ഇല്ല. അതങ്ങനെ തന്നെ, എന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ, നാളെയും അങ്ങനെ തന്നെ, എപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഇതിനകത്തൊരു മനസ്സെന്നൊരു ഖ്യാതി, ഇതിനാണ് ഖ്യാതി എന്ന് പറയുന്നത്. ഇത് വന്നു. ഈ ഖ്യാതിയാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഇതിനെങ്ങനെയാണ് ആ ഫ്രീക്വൻസി റെസൊണൻസുമായിട്ട് യോജിപ്പിക്കുന്നത്? ഇതൊക്കെയാണ് സയൻറ്റിഫിക്കലായിട്ട് പറയണമെങ്കിൽ. അതുമായിട്ട് യോജിച്ചാലേ അത് ഇതിലേക്ക് ക്യാച്ച് ചെയ്യാൻ പോകും. ആ രീതിക്കാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ ചെയ്യണത് അതിൻ്റെ അതേ രൂപത്തിൽ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് വേദം പറഞ്ഞു തന്നു, ആത്മാവിൻ്റെ പ്രകൃതം വെച്ചാൽ അത് നിത്യമാണ്, അത് ശാന്തമാണ്, അത് ആനന്ദമാണ്. സത്വചിത്ത ആനന്ദമായ ആത്മാവിൻ്റെ സ്വരൂപമാണ്. മനസ്സോ അസത്യജന ദുഃഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സത്യചിത്ത ആനന്ദ രൂപമാക്കി അതുമായിട്ട് സിങ്കർണൈസ് ആക്കുന്ന ഒരു പ്രകൃതം നമ്മൾ ചെയ്തുകൊണ്ട് വന്നാൽ ഇത് പ്രക്രിയ നടക്കുന്നത് അതിൽ യോജിക്കുകയല്ല. ഇതൊരു ജ്ഞാനം ഉണ്ടാവും. ഇത് ഈ അജ്ഞാനം നീങ്ങും. ഇതിലിരുന്ന ആ ഒരു വിപരീത ഭ്രാന്തി ഇല്ലാതായി. അതോടുകൂടി ഇയാൾക്ക് മോക്ഷമാണ് ഫലം, മുക്തിയാണ് ഇതിൻ്റെ ഫലമായിട്ട് പറയുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഈ ഉപാധികളാണ് ഇതിൽ പ്രശ്നക്കാർ. അതുകൊണ്ട് ഇതിനെല്ലാം നേരി ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ആ ഉപാധികളൊക്കെ നേരി ചെയ്ത് അതിൻ്റെ അവധിയിൽ നിൽക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ ഇല്ല. അത് ഈ പറയുന്ന ജ്ഞാനം അവിടെ ഉണ്ടാവും. ഇത് ഒരു ടെക്നിക്കാണ്. ഇത് വാസ്തവത്തിൽ മഹത്തുക്കളുടെ
അവർ കണ്ടുപിടിച്ച ഒരു സൂത്രമാണ്. ഇതിനാണ് പറഞ്ഞ ബ്രഹ്മസൂത്രം എന്നാണ് ഇതിൻ്റെ പേര്. ഇതെങ്ങനെയാണ് അതിൻ്റെ ട്രിക്കുകൾ, ആ സൂത്രങ്ങൾ, അത് തന്നെയാണ് ഇവിടെ ഇവർ പറഞ്ഞുകൊണ്ടേ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ മനസ്സിങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നമുക്ക് എല്ലാ ദോഷങ്ങൾക്കും കാരണം. ഈ മനസ്സിൻ്റെ ഈ സങ്കല്പം, അതിന് രാമായണൻ പറഞ്ഞിട്ടില്ലേ, സങ്കല്പം മനഃ, സർവസങ്കല്പങ്ങളെയും സുതരാം ദൂരെ നീക്കി ഒരു സങ്കല്പവും ഇല്ലാതായി ചമഞ്ഞഹോ നിൽക്കുന്ന നിൽപ്പ് തന്നെ നരമൗലികമാണ് മോക്ഷമെന്നറിഞ്ഞാൽ. അപ്പം മനസ്സിൻ്റെ സങ്കല്പങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ വികാരങ്ങൾ, അതിൻ്റെ ഈ രാഗദ്വേഷ മതമത്സര രൂപത്തിലുള്ള അതിൻ്റെ പിടച്ചിൽ, അത് ഇതിൽ കുറഞ്ഞു വന്നാൽ അവർ ആ ആള് ഇതിൽ ക്ലിയറായി വരെയാണ്. അത് ക്ലിയർ ആക്കാൻ ഈ വേദത്തിനല്ലാതെ വേറെ ഒന്നിനും സാധിക്കുന്ന കാര്യമല്ല. ലോക വിഷയങ്ങളിൽ ലഭിച്ച് തൃപ്തി വന്ന ആരെങ്കിലും ഉണ്ട്? രാജാവിന് പോലും സ്വയം പര്യാപ്തനാണ്, എല്ലാം ഉണ്ടെങ്കിലും അടുത്ത രാജ്യം കൂടെ വെട്ടിപ്പിടിക്കണമെന്നൊരാഗ്രഹം കിടക്കും. ഇപ്പൊ തന്നെ ട്രംപ് ഇപ്പൊ വേറെ എന്തൊക്കെ പ്ലാൻ ഇടുകയാണ്. നോക്കിയത് ഒരു സമാധാനമുണ്ട് ചെയ്യാൻ. നമ്മൾ വിചാരിക്കും ഇതോടുകൂടി എല്ലാം ആണല്ലോ. ഇപ്പൊ ഈ എന്തിനാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത്? നമുക്കൊരു നല്ല പദവി ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായി സന്തോഷമായി ഇരിക്കാന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ധാരാളം ധനമുണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് നല്ല സന്തോഷമായി ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ ആണ് പോകുന്നതെന്ന് കാണുമ്പോഴും എന്ത് ചെയ്യും ആളുകൾ? ഈശ്വരൻ ഈ പ്രപഞ്ച രചന ചെയ്തേക്കുന്നത് തന്നെ ഈ ജീവികൾക്ക് മോക്ഷം അടയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തന്നെയാണ് ഈ മായാ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? ഉണർത്തി നിർത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഉണർന്നു കഴിഞ്ഞാൽ ഇതിൽ ഭ്രമിച്ച് ഇതിലോട്ട് പോയാൽ അതും വേറൊരു ഭ്രമമാണ്, അതും ഒരു ഉറക്കം തന്നെ. മനസ്സിലായോ? ഇത് ഈശ്വരന്റെ ഉദ്ദേശം ഇവൻ ഉണർന്ന് നിൽക്കുന്ന സമയത്ത് വേദം ഉപദേശിച്ചു കൊടുത്ത് ഇവരെ ഇതിൽ നിന്ന് മുക്തരാക്കാം, ഇതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും സുഷുപ്തിയിൽ പാണ്ട് കിടക്കായിരുന്നു പോലും. ഇതാണ് പറയുന്നത്, സൃഷ്ടിക്ക് മുമ്പ് ഈ ജീവന്മാരെല്ലാം ആ മൂലപ്രകൃതിയിൽ പിന്നെ കിടക്കുകയായിരുന്നു, ലീനമായിട്ട് കിടക്കുകയായിരുന്നു. ഈശ്വരൻ തന്നെ കർമ്മങ്ങൾ കൊടുത്ത് ഈ സൃഷ്ടി ചെയ്ത് ജീവന്മാരെ ഉണർത്തി വിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഈ പ്രപഞ്ചം തന്നെ, ഈ ശരീരം ആ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ആത്മാവല്ലേ ശരീരം. പക്ഷെ എന്ത് ചെയ്യാം, ഇതിൽ ആ ബോധമൊക്കെ ഉണ്ടെങ്കിലും അവന് ആ ബോധത്തെ തനിയായിട്ടെടുത്ത് പിന്നെ പിരിച്ച് കാണാൻ കഴിയില്ല. അവൻ ഈ ശരീരമൊക്കെ കൂടെ ഇട്ട് കൂട്ടിക്കൊഴിച്ച് കാണുള്ളൂ. അതാണ് ഇതിന് വന്നിരിക്കുന്ന കുറ്റം. അതുകൊണ്ട് അവർ പറഞ്ഞു ഇതെല്ലാം വേറെയാണ്, തനിത്തനിയാണ്. ഈ ദേഹം വേറെ, ഞാൻ വേറെ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കില്ല. ആ ബോധം അതാണ് തൻ്റെ യഥാർത്ഥ രൂപം. അത് ആ ബോധം സത്താണ്, ചിത്താണ്, ആനന്ദവും. സത്തെന്നുള്ളത്, ആ ബോധം സത്താണെന്ന് പറയുന്നതാണ് ഈ പറയുന്ന പിന്നെ അതായത് ഇത് മാറാത്ത ഉണ്മ. ഇതിനാണ് സത്യം എന്ന് പറയുന്നത്, മാറാത്ത ഉണ്മ. ആ മാറാത്ത ഉണ്മയിലാണ് ഈ പ്രപഞ്ചം ഇരിക്കുന്നത്. തോന്നണതെന്നാണ് പറയുന്നത്, ഇരിക്കുകയല്ല. പ്രപഞ്ചം വാസ്തവത്തിലില്ല, പക്ഷെ അത് തോന്നുന്നതായിട്ടാണ് വേദം പറയുന്നത്. രണ്ടാമത് ചിത്ത്. ആ ബോധമാണ്, ചിത്താണ്. ചിത്തം എന്ന് പറഞ്ഞാൽ അതിനാണ് സ്വയം പ്രകാശമുള്ളത്. ലോകത്തിൽ സ്വയം പ്രകാശമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൂര്യനും ഇല്ലെന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങൾക്കും സ്വയം പ്രകാശമില്ല. പിന്നെ ഉള്ളതാണ് ഈ ആത്മാവിന് സ്വയം പ്രകാശമുള്ളതാണ് ഈ ആത്മാ. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ വേറൊരു പേരാണ് ചിത്ത്, സ്വയം പ്രകാശമുള്ളതെന്നാണ്. ലോകത്തിലെ പല കാര്യങ്ങളിൽ സ്വയം പ്രകാശമുള്ളതുണ്ട്, ചില രത്നങ്ങൾക്ക് സ്വയം പ്രകാശമുണ്ട്. പക്ഷെ അത് ജഡമാണ്, അതിന് അറിവില്ല, അതൊരു ഫിനോമിനയാണ്. ഇപ്പൊ സൂര്യൻ പ്രകാശമുണ്ടെന്ന് പറഞ്ഞാൽ സൂര്യനിൽ ഒരു ഹീലിയം കത്തുന്നതാണ്. സൂര്യൻ ജഡമാണ്,
ആ ഹീലിയം കത്തുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫിനോമിനയാണ് ഈ പ്രകാശം. പക്ഷെ ആ പ്രകാശം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രകാശം. എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധമാണ് പ്രകാശം. അപ്പൊ ആ ബോധം ഈ സൂര്യനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് വരുന്നവർക്കാണ് ഇതിൻ്റെ കുറച്ച് ഗ്രാഹ്യം ഇതിൽ വരും. അവരെ സംബന്ധിച്ച് ശാസ്ത്രം നോക്കിയാൽ മതി, അവർക്ക് കാര്യം പിടിക്കും. അതുവരെ നമ്മൾ ഇതിൽ പ്രവർത്തിക്കണം. വീണ്ടും 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 കേട്ടതിൽ തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുക. ആ ചിന്തിച്ച രൂപത്തിൽ എത്ര സമയം നമ്മൾ ഇരിക്കാൻ പറ്റുമോ അതുപോലെ കുറച്ച് നേരം ഇരിക്കുക. അങ്ങനെ ഇരുന്ന് പഴകുന്നതിനാണ് ശ്രവണ മനനം നിധിധ്യാസനം എന്ന് പറയണം. മനനത്തെ ചെയ്ത് അപ്പോൾ പരോക്ഷ ജ്ഞാനികളായതിനാൽ മനനത്തെ ചെയ്യട്ടെ. ആയതിനാൽ വൈരാഗ്യ ഉപരോധികളോട് കൂടി ഇരുന്നാലും അദ്വൈതാത്മ സ്വരൂപത്തെ ശ്രവണം ചെയ്യാതെ ആത്മകഥ തന്നെ അറിയാത്തവർക്ക് ഇത് വസ്തു ഇത് അവസ്തു എന്ന് നിത്യാനിത്യ വസ്തു വിവേകം തന്നെ ഇല്ലാത്തതിനാൽ അവർക്ക് വസ്തുതത്വ വിചാരം എവിടെ ബഹുദൂരം തന്നെ. ആകയാൽ വൈരാഗ്യാദികളെല്ലാം സഹായം മാത്രമെന്നല്ലാതെ മുഖ്യഹേതുക്കളല്ല. നിത്യാനിത്യ വസ്തുവിവേകം തന്നെയാണ് മുഖ്യഹേതു അഥവാ അസാധാരണ ഹേതു എന്ന് സിദ്ധാന്തം. എപ്പോഴും ആ നിത്യമായിരിക്കുന്നത് താനാണ്, ആത്മാവാണ്. ആ നിത്യമായിരിക്കുന്ന ആത്മാവാണ് താനെന്നുള്ള രൂപത്തിലെ അനിത്യമായ വസ്തുക്കളെല്ലാം ഇതിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്ന ഒരു നിലയാണ് നമ്മൾ ഇരിക്കുന്ന ആ ഒരു തപസ്സല്ല, ആ ഒരു നിഷ്ഠ. അപ്പോൾ അനിത്യത്തെ എങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ അനിത്യ വിഷയങ്ങൾ അനിത്യമെന്ന് തള്ളിയിട്ട് അത് സംബന്ധിച്ച് ഉടലെടുക്കുന്ന വ്യവഹാരങ്ങളിൽ നമ്മൾ മനസ്സിനെ ചേർക്കാറുണ്ട്. അയ്യോ അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ കഴിയും. കാരണം ഇത് നമുക്ക് നമ്മുടെ ലക്ഷ്യം വേറൊന്നുമല്ല. ഈ ലോകവസ്തുക്കളൊന്നും വെട്ടിപ്പിടിച്ച ആൾക്കും ഇവിടെ കഴിയാനൊന്നും പറ്റില്ല. നെപ്പോളിയനൊക്കെ അറിയാമല്ലോ ചേച്ചി, നിമിഷം കൊണ്ട് എല്ലാം പിടിച്ചടക്കി. പക്ഷേ പെട്ടെന്ന് മരിച്ചപ്പോൾ അതേ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജഡം പിന്നെ റോഡിൽ കൂടെ പദയാത്രയായിട്ട് കൊണ്ടുപോകണം. എൻ്റെ കൈകൾ രണ്ടും ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇതാണ് അദ്ദേഹം ലോകത്തിന് കൊടുത്ത ഒരു സന്ദേശം ഒടുവിൽ. പക്ഷെ ആരായിരുന്നു ചെയ്യാൻ ലോകത്തെ കിടുകിടുകിടാ വിറപ്പിച്ച പാർട്ടിയാണ്. അയാളുടെ ഒരു കാലത്തുള്ള വിചാരം ഇതെല്ലാം കെട്ടിപ്പിടിച്ച് എല്ലാത്തിൻ്റെ സർവാധിപനായിട്ട് ഈശ്വരനായിട്ട് കഴിയാമെന്നൊക്കെ വിചാരിച്ചു. നിമിഷം കൊണ്ട് ഗ്യാസ് പോയി, ചത്തുപോയില്ലേ. ചാവുന്നതിനും എത്ര ദിവസം കിടന്നപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയുണ്ടായി. എന്താണ് അയ്യോ മണ്ടപ്പുറം, ഇതെങ്കിലും ഞാൻ ഇതൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത്. ഭഗവാൻ ഇതായിരിക്കുമല്ലോ ഈ മറ്റാളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ലോകത്തിന് ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഒന്നും കൊണ്ടുപോകണില്ല, എന്തൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഒരു കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഈ ഒരു പദ്ധതി അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഒരു ഇതിലെ വണ്ടിയിൽ കിടത്തി 2 കൈ വെളിയിലോട്ടിട്ടൊക്കെ പറഞ്ഞു. അവരതുപോലെ ചെയ്തു, 2 കൈ വെളിയിലോട്ടിട്ട്. എന്നിട്ട് ആരോ പറഞ്ഞും കൊടുത്തു, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാൻ എന്തൊക്കെയോ സമ്പാദിച്ചു, കോടിക്കണക്കിന് വസ്തുക്കളും എല്ലാം എനിക്കുണ്ട്, പക്ഷെ എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്ത ഈ കാര്യങ്ങളോട് ഇത്രയും ഭ്രമവും ഇത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. എത്ര ജന്മമായിട്ട് ഈ ഭൂമുഖത്ത് നമ്മൾ വരുന്നു എന്ന് പറഞ്ഞാൽ പുണ്യ ഒടുങ്ങില്ലെന്നാണ് വേദം തന്നെ പറഞ്ഞിരിക്കുന്നത്. വന്നും പോയി നിൽക്കുക. ഇത് നമ്മുടെ ഇതിന് പറയും, നമ്മളൊരു വിനോദ കേന്ദ്രമാണ്. ഇവിടെ വന്ന് സ്വപ്നം നിൽക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ പോകും. നമുക്ക് തന്നെ അറിയാലോ, അച്ഛൻ മുരളി ഇവരൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ വന്നു, അവർ എവിടെയൊക്കെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഒന്നുമില്ല ചേച്ചി. അങ്ങനെയുള്ള അനിത്യമാണ് ഈ ലോകമെന്ന് അറിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനസ്സിലുള്ള ഈ ചാഞ്ചല്യം കുറയ്ക്കണം. ഇത് പരമാർത്ഥമാണ് അല്ലേ? ലോകത്തിലെ പരമാർത്ഥമായ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നതിനെയാണ് വേദം ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി, മനസ്സിന് അവൻ്റെ ചില പറഞ്ഞില്ലേ, അവൻ്റെ ചില അറിവില്ലായ്മകൾ മാറും. ഇതിനെയാണ് അജ്ഞാനം മാറുമെന്ന്. മാറി
അവൻ നല്ല കുട്ടിയാവും, ജ്ഞാനത്തിലേക്ക് വരും. അവൻ തന്നെ ബോധ്യമാവും, ശരിയോ ഇതാണല്ലേ കാര്യം. അപ്പം തന്നെ ഫ്രീ ആയി വരും. നമ്മളെല്ലാം ഇത്രയും ടെൻഷനും, അവർ പറഞ്ഞില്ലേ എത്രയോ ഭയങ്കര വലിയ പണക്കാരാണ് ടെൻഷനുള്ളവർ. അവർക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഉറങ്ങണമെങ്കിൽ ഒരു ഉറക്കഗുളിക കഴിച്ചാൽ ഉറങ്ങാൻ പറ്റില്ല. ഇതിലെ പണക്കാർ ഒന്ന് ഉറങ്ങണമെങ്കിൽ അവർക്ക് ഒരു ഉറക്കഗുളിക കഴിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അവർ എന്തിനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്? നല്ലപോലെ ഉറങ്ങാനല്ലേ ചെയ്യും, പക്ഷെ അവർക്ക് പറ്റില്ല. അവർക്ക് ഉറക്കഗുളിക കഴിച്ചാലേ ഉറങ്ങാൻ പറ്റില്ല. അതേസമയം പാവങ്ങൾ എവിടെയെങ്കിലും കിടന്നാൽ മതി, അവർ ഭയങ്കരമായിട്ട് ഉറങ്ങും. അവരാണ് സത്യത്തിൽ ഈ ലോകത്തിൽ സുഖം അനുഭവിക്കുന്നത് അവരാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഇതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ദുഃഖികളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് സന്യാസം, ആ സന്യാസം ഇതിന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് സന്യാസം കൂടെ ഉപദേശിച്ചത്. എന്താ സന്യാസമൊന്നും വേണ്ട, ഈ വിവേകത്തെ ഉണ്ടായാലും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ചിലർ ധനവാന്മാരായിട്ട് തന്നെ ജനിക്കും, അതൊക്കെ അവരുടെ പൂർവ്വജന്മ കർമ്മഫലം പോലെ വരും. അങ്ങനെ ഇരുന്നോട്ടെ, അതിനൊന്നും പ്രയോജനമില്ല. പക്ഷെ ഇതൊന്നും ഭ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഭ്രമിക്കുക എന്ന് വെച്ചാൽ എന്നെ കണക്ക് പഠിച്ച ആരുമില്ല, എൻ്റെ അത്ര പണമുള്ളവരാരുമില്ല, എൻ്റെ അത്ര ആരോഗ്യമുള്ളവരാരുമില്ല, ഞാനാണ് എല്ലാത്തിലും കേമൻ എന്നുള്ള ഭാവം. ഈ ഭാവമാണ് നമുക്ക് ദോഷം. ആയിരക്കണക്കിന് ആളുകളുണ്ട് എത്തി. നമ്മൾ ഇത്രയാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ ആളുകൾ ലോകത്ത് കമ്പാരിഷൻ ചെയ്ത് ഒരാൾ കൊടുക്കണമെന്ന് പറയാൻ ഈ ലോകത്ത് ആരെയും ഈശ്വരൻ അനുവദിച്ചിട്ടില്ല. എന്താണ് അതല്ലല്ലോ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ തച്ചുടച്ച് കളഞ്ഞു എല്ലാവരെയും. എന്നിട്ട് ആ ശാന്തമായിട്ട് വേദത്തെ ഒക്കെ ഗ്രഹിച്ച് വന്ന കാര്യം എന്ന് പറഞ്ഞത് മുക്തി അടഞ്ഞു പോകാനാണ് വന്നത്. അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനെന്താണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഗുരുസേവ നമ്മളെ കൊണ്ട് അച്ഛൻ ചെയ്യിപ്പിച്ചേക്കണം. നിഷ്കാമകർമ്മം ചെയ്യിക്കണം. ആശ്രമത്തിൽ അവിടെ വന്ന് നാമം പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചോ. വേറൊരു ചിന്ത പാടില്ല. വേറെ എല്ലാ ചിന്തകളും നമ്മുടെ ലൗകിക ചിന്തകളല്ല. അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ആ ശ്രമം എന്ന് പറയുന്നത്. ആ ശ്രമം നമ്മൾ കെട്ടിടമല്ല, അതിലേക്കുള്ള ശ്രമം. എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മജ്ഞാനത്തിലേക്കുള്ള ശ്രമമാണ്. ഇതിനാണ് ആശ്രമം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള അപ്പം നമ്മൾ വിചാരിക്കുക അതൊരു കെട്ടിടമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു സ്വാമിയുടെ പ്രതിഷ്ഠ, അതൊന്നും അല്ല. നമ്മൾ പ്രവർത്തിക്കുന്നത് തന്നെ മുക്തി അടയുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം അവിടെ നിന്ന് ചെയ്യുകയാണ്. മനസ്സിലാക്കാറുണ്ട്. അപ്പം ഇതാണ് ഇവിടെ പ്രധാനം എന്ന് പറയുന്നത് നിത്യാനിത്യ വസ്തുവേഗമാണ് ഇവിടുത്തെ മുഖ്യ ഹേതു. ഏതിന്? ആത്മജ്ഞാനം ഉണ്ടാകുന്നതിൻ്റെ മുഖ്യ ഹേതു നിത്യാനിത്യ വസ്തുവേഗം. നിത്യാനിത്യ വസ്തുവേഗത്തെ ഇത് അനിത്യം പറയുകയല്ല. അനിത്യമായ വസ്തുക്കളിൽ മേലിരിക്കുന്ന രൂഢമൂലമായ ആഗ്രഹ കുട്ടികളെ മനസ്സ് ആഗ്രഹത്തോടു കൂടിയാണ് വെളിയിലേക്ക് പോകുന്നത്. അത് കഥയില്ലെന്ന് കണ്ടാൽ മനസ്സ് ഒരിക്കലും പോകില്ല. നടന്നു വരുമ്പോൾ അവിടെ ഒരു സ്വർണ്ണമാല കണ്ടു, ഉടനെ തന്നെ ഭ്രമിക്കൂലേ? നടന്നു വരുമ്പോൾ അവിടെ ഒരു പട്ടിക്കാഷ്ടം കണ്ടു, അതിൽ ഭ്രമിക്കൂ. അപ്പോൾ ഒന്നില് വെറുപ്പും ഒന്നില് അമിതമായ ആവേശമുണ്ട്. ഇത് രണ്ടുമില്ലാത്ത ഒരു നിലയെയാണ് ശ്രുതി പറയണത്. ഇത് പറയണത് അതിനോടധിക താല്പര്യവും വേണ്ട, ഇതിനോടധിക വെറുപ്പും വേണ്ട. വെറുപ്പും താല്പര്യവും രണ്ടും ഒരേ സെൻസാണ്. കാരണം മനസ്സിനെ വെളിയിലോട്ട് കൊണ്ടുപോയി. ഇതെല്ലാം കഥയില്ലാത്തതാണെന്ന് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇതിനോടൊക്കെയുള്ള രൂഢമൂലമായ അഭിമാനം വിട്ടു നിൽക്കുന്ന ഒരു നില. ഇതാണ് നമ്മുടെ സമാധി അനുഭവത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മളൊക്കെ പതുക്കെ ആണെങ്കിലും അച്ഛനൊക്കെ നമ്മളെയൊക്കെ അങ്ങനെയാണ് വാർത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ട് ചിലതിലൊക്കെ താല്പര്യം ഇപ്പോഴൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അതിനോട് നമ്മൾ പണ്ടൊക്കെ ഇരുന്ന പോലെ ഒന്നുമില്ല, എല്ലാം മാറിപ്പോയി. മനസ്സടങ്ങിയെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് മറ്റേ ആളുകൾ കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. ചിലർ ഇവിടെ പടക്കി കിടന്നു, അവർക്ക് അടങ്ങില്ല, മനസ്സടങ്ങില്ല. ഈ ലോകത്ത് എന്തിനെത്തിയിരിക്കുന്നു? നമുക്കിപ്പോൾ വേണ്ടത് സിമ്പിൾ ആഹാരം വേണം, അത് അത്യാവശ്യം തന്നെ. കിടക്കാൻ ഒരു നല്ലൊരു വീട് വേണം, കാരണം ഒരു സുരക്ഷിതത്വമാണ് ഉദ്ദേശിക്കുന്നത്.
എന്തിനാണ് അതാണ് ഇവിടെ പ്രധാനം. മുക്തി അടയാനാണ്, ആ ഈശ്വരപരമായി പ്രവർത്തിക്കാൻ, സമാധാനമായിട്ട് മുക്തി അടഞ്ഞു പോകാൻ. ഇതെല്ലാം വേണ്ടത് എന്തിനാണെന്നുള്ളതാണ് ഗുരുദേവൻ പറഞ്ഞു കൊടുത്തത്. നാരായണ ഗുരുദേവൻ ഒരിക്കൽ ഡോക്ടർ പൽപ്പുവിനൊക്കെ ഡെന്റലിനൊക്കെ വിട്ട് പഠിപ്പിച്ചു. അയാൾ വന്നു, പഠിച്ചു വന്നിട്ട് പിന്നെ വേറെ ഒരു ടോണിലുള്ള സംസാരമായി. സ്വാമി, നമുക്കിവിടെ ഒരു ആശുപത്രി വേണം സ്വാമി. സ്വാമി പറഞ്ഞു, ആദ്യം സ്വാമി കേട്ടോണ്ടെന്ന് ചിരിച്ചു. അതിനകത്ത് ഇവിടെ ഒന്നും ആശുപത്രിയിലില്ലേ, ഇനി ഒരു പുതിയ ആശുപത്രി ഇവിടെ ഇനി ഇതിനകത്ത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഒടുവിൽ പറഞ്ഞു, സ്വാമി ഞാൻ അതിൻ്റെ ഹെഡായിട്ട് നിന്നോളാം. സ്വാമിയുടെ പേര് തന്നെ എഴുതി വയ്ക്കും ഞങ്ങൾ, ശ്രീനാരായണ പിന്നെ ആശുപത്രി എന്നൊക്കെ എഴുതി വയ്ക്കുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നത്തെ അവസരം സ്വാമി ചിരിച്ചിട്ട് ചോദിച്ചു, നീ പറയുന്നതെല്ലാം കുഴപ്പമില്ല, പക്ഷെ അത് നമ്മുടെ ലക്ഷ്യമല്ല. നമ്മൾ ലക്ഷ്യം വിട്ടു പോകുന്നതിലേക്കാണ് ഓരോന്നിലേക്കും നമ്മൾ കാൽ വയ്ക്കുന്നത്. അപ്പൊ കാൽ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തീർന്നോ വെച്ച് അവിടെ തീർന്നോ. പിന്നെ ആ ഹോസ്പിറ്റല് ഇനി പൂനെയിലൊന്നും തുടങ്ങണമെന്നാവും പിന്നീട് അത് കഴിഞ്ഞ് കൽക്കട്ടയിൽ വരണം തുടങ്ങിയിട്ടുള്ള. ഇങ്ങനെ ഈ ഒരു മനസ്സ് ഈ തൻ്റെ ലക്ഷ്യത്തെ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാമോ ആ രൂപത്തിലെല്ലാം ഈ മനസ്സിൽ പ്രവർത്തിക്കും. ഇതിനെ കണ്ടിട്ടാണ് അവർ പറഞ്ഞത്, ഇതിങ്ങനെ പോകും കുഴപ്പമില്ല, പക്ഷെ അത് നമ്മുടെ ലക്ഷ്യമല്ല, ഇതാണ് പ്രധാനം. ഇദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു. അച്ഛനാണത് അവർ ക്ലീനായിട്ട് പറയണം ഈ കാര്യം. അത് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണം. ആയിക്കോ, എല്ലാം ആയിക്കോ, പക്ഷെ നമ്മുടെ ലക്ഷ്യമല്ല അത്. കാരണം നമുക്ക് ഒരു ലിമിറ്റഡ് പീരീഡാണ് നമുക്കുള്ളത്. ഏതിന് നമ്മൾ ജനിച്ചു, ഇനിയിപ്പോൾ അടുത്ത ഗോയിങ് ടു പിന്നെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് കുറച്ച് സമയമാണ്, എന്തൊരു ടൈം, റെസ്റ്റിംഗ് ടൈമാണ്. ഈ ടൈമാണ് നമുക്കുള്ളത്. പക്ഷെ ഈ ടൈമിനകത്ത് ഇനി ഇങ്ങനെ വന്ന് ജനിച്ച് കഷ്ടപ്പെടേണ്ട ഒരു നില വരരുതേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജ്ഞാനത്തെ അടയണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. അതിനാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതെന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് കഷ്ടമാണല്ലേ. ശരീരം കൊണ്ടുള്ള പീഡ എന്ന് പറഞ്ഞാൽ അത് എന്ത് കഷ്ടമാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ വിധത്തിൽ എപ്പോഴും വിഷമം തന്നെ അല്ലേ. ഇനി എപ്പോഴാണ് നമുക്കൊരു അല്പം ഒരു സുഖം ഉണ്ടായിരുന്നത്? ഒരു യൗവനം, ഒരു കുറച്ച് കാലം, ഒരു മാറ്റർ ഓഫ് ഒരു 5 years അല്ലെങ്കിൽ ഒരു 10 years. 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു 10 വർഷം അല്ലെ 5 വർഷം അവർക്ക് എന്തോ ഒരു ചെറിയ സുഖം പോലെയൊക്കെ തോന്നി. ബാക്കി അത്രയും ഘോരമായിരുന്നു. കൊച്ചിലെ കരപ്പൻ, മണ്ണൻ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉള്ള വിഷമം. കുറച്ചങ്ങോട്ട് വന്നപ്പോൾ പടിയിട എന്നുള്ള അമ്മേരെ നാട്ട് കൊണ്ടുള്ള വിഷമം. ചുരുക്കം പറഞ്ഞാൽ മറ്റു പിള്ളേർ ഉടുത്തോണ്ട് പോകാനുള്ള ഡ്രസ്സില്ല എന്നുള്ള വിഷമം. എന്തെല്ലാം തരത്തിൽ ഈ മനസ്സ് പെടുത്തല്ലേ നമ്മൾ ജീവിച്ചതല്ലേ. വല്ല കാര്യമുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ജീവിക്കേണ്ട വല്ല കാര്യമുള്ളവരാണ്. നിങ്ങളെല്ലാം രാജാക്കന്മാരാണ്. കാരണം ആത്മസ്വരൂപമായിട്ട് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എല്ലാത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനായിട്ട് മാറും. നമുക്ക് എന്തിനാണ് ഒരു 5 സെന്റിൻ്റെ നാഥനാവണം? അതുകൊണ്ട് അവർ പറയുന്നത് ഈശ്വരനാവേണ്ടത്. ഈശ്വരനാണത്. ഈ ഞാനെന്ന് പറഞ്ഞാൽ ഈശ്വരനെയാണ് പറയുന്നത്. ഇതിനെല്ലാത്തിൻ്റെയും ഉടമസ്ഥ അവകാശം വരും. വെറുതെ എന്തിനാണ് ഈ ഒരു ചെറിയ 5 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് അല്ലെങ്കിൽ 1 ഏക്കർ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ക്രിട്ടിസൈസ് അല്ല, ഇതിനകത്ത് വിവേകം പോണ പോക്കാണ്. അപ്പം ഇങ്ങനെ വന്ന് ചിന്തിച്ച് ആ ഒരു അനിത്യ വസ്തുക്കളിന്മേലുള്ള രൂഢമൂലമായ ആഗ്രഹത്തെ പതുക്കെ മനസ്സ് ഉപേക്ഷിക്കാൻ ആരംഭിക്കും. അതാണ് നമുക്കിവിടെ താല്പര്യം. ഇതിൻ്റെ താല്പര്യം അതാണ്. മനസ്സിനെ ശാന്തമാക്കി മനസ്സിനെ ശുദ്ധമാക്കുക എന്നാണ് ഇവർ പറഞ്ഞ ഒറ്റ വാക്ക്. മനസ്സ് ശുദ്ധമായ ഇതൊക്കെ ശുദ്ധി വന്നാൽ ജ്ഞാനം ഇതിലേക്ക് ആരും പറയാതെ തന്നെ ഉണ്ടാവും. പക്ഷെ ആ ശുദ്ധി നമ്മൾക്ക് എത്ര ഭേദമെന്നറിയാം. നമ്മൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ ജന്മം കൊണ്ട് തന്നെ നമ്മൾ കുറേ മാറ്റങ്ങളുള്ളവരാണ്. അതും പോരാ, ജ്ഞാനത്തിലേക്ക് അതൊന്നും പോരാ, കുറച്ചുകൂടെ. പക്ഷെ നമുക്കും ഏതോ ചില കുഴപ്പങ്ങൾ കാണും. അതുകൊണ്ടാണ് വേദം പറയുന്നത് നമ്മൾ ഇത് കേട്ടിട്ട് എന്താണ് നല്ലപോലെ മനനം ചെയ്ത് ഇതിനെ
ഇനി കളയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പിന്നെ ഉപേക്ഷിച്ച് കളയാന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് കളയല്ല, മനസ്സിന് അതിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ. അതിൻ്റെ അനുഭവം പറഞ്ഞിട്ട് എനിക്ക് കുട്ടികളോടൊന്നും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല അമ്മേ, ഞാനങ്ങനെ ചേച്ചി അങ്ങനെയൊന്നും പോകില്ല ചേച്ചി. ഞാനും വരാതെ നീ എത്ര വലിയ ധീരൻ എന്ന് പറഞ്ഞാലും ധീരനല്ല, എന്തെല്ലാം പറഞ്ഞാലും അതിന് വിപരീതമാണ്. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നുകൊണ്ടല്ലേ അത് പറയേണ്ടി വരുന്നത്? ഏത് അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ലെന്ന് പറയാൻ തോന്നുന്നത്. സത്യത്തിൽ അറ്റാച്ച്മെന്റ് ആത്മാവിനില്ല ആരുമായിട്ട്. അതെങ്ങനെയാണ് ഉറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ പ്രിയപ്പെട്ട പുത്രനായിരിക്കും അടുത്തിരിക്കുന്നത്, നമ്മളറിയുന്നില്ല. അത് സുഖമായിട്ടാണ് ഉറങ്ങിയിട്ട് രാവിലെ എഴുതി വരില്ല. സത്യം പറഞ്ഞാൽ അറ്റാച്ച്മെന്റേ ഇല്ല. പിന്നെ ഈ അറ്റാച്ച്മെന്റൊക്കെ കൽപ്പിച്ച് അതാണ് ബന്ധം. ഇത് അറ്റാച്ച്മെന്റാണ് ബന്ധം. ഈ ബന്ധം ഇല്ലെന്നുള്ളതാണ് വാസ്തവമെങ്കിലും ഇതിനെ കൽപ്പിച്ച് കൂട്ടി ബന്ധിച്ച് നിർത്തിയിരിക്കണം. ഇതിനെയാണ് അവർ പറഞ്ഞ വിട്ട് നീ സ്വതന്ത്രനാകുന്നതിനെയാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല. നീ വിചാരിക്കുമ്പോൾ ഈ ലോകം അവസാനിച്ചൊന്നും പോകില്ല എന്നാണ് മഹത്തുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നീ ഒരാളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അത് ലോകത്തിൽ അയ്യോ എന്തെങ്കിലും ആയിപ്പോകുന്നു നീ പേടിക്കണ്ട. കാരണം ഈശ്വരനോട് ഞാനുണ്ട് ഇവിടെ, ഇതിന്റെ നിയന്താവ് ഇരിക്കല്ലേ, ഇതിന്റെ ഗവർണർ ഇരിക്കുകയാണ്. ഗവർണറാണ് ഈശ്വരൻ. അത് അദൃശ്യമാണെങ്കിലും അതാണ് സ്പഷ്ടമായിട്ട് ഇരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് യോഗക്ഷേമങ്ങളൊക്കെ ചെയ്തത്. തിരിച്ച് നോക്കുകയാണെ ഈശ്വരൻ എന്ത് കാരുണ്യമാണ് ചെയ്തത്. ഒരു ചെറിയ ഒരു മാവിൻ്റെ ഒരു പാണ്ടി ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു മാവ് വന്നിട്ട് കോടാനുകോടി മാങ്ങ വരില്ലേ? അതുകൊണ്ട് ഈശ്വരൻ്റെ ആണത്. അത് വളരുകയും പൂക്കുകയും കാക്കുകയും ആരും നമ്മുടെ കഴിവാണ്. ഈശ്വരൻ അത്രയ്ക്കും ഈ ലോകത്തെ പരിപാലിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ നെൽമണി എത്ര കോടിയാണ് അത് ഒരു ചെടിയിൽ നിന്ന് വരുന്നത്. അത്രയ്ക്കും കരിഞ്ഞ് ജീവന്മാർക്ക് ഔദാര്യമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഈശ്വരനാണ് ഇതിൽ മുഖ്യം. അവിടെ എല്ലാം ഈശ്വരൻ്റെതാണെന്ന് ഈശ്വരനിൽ അർപ്പണം ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിനെ ഈ പറയുന്ന ഞാനൊന്നും എൻ്റെയൊന്നും ഭാവമില്ലാതെ നിലനിർത്തി ഇങ്ങനെ വന്നാൽ അവർ പറയുന്നത് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ ആത്മസ്വരൂപം ഇരുന്ന് അകത്തിരുന്നിപ്പം കാണാക്കാതെ പ്രകാശിക്കുന്ന നല്ല ഭംഗിയായിട്ടും അത് വെളിപ്പെട്ട് പ്രകാശിക്കാം. ഇതിനെയാണ് ഇതിൻ്റെ ഫലമാണ് മുക്തി. ഈ മുക്തിക്ക് ആഗ്രഹിച്ചാണ് ഇത് ഈ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വൈരാഗ്യോപലബ്ധികളോടുകൂടി തപസ് ചെയ്യുന്നവർക്ക് വിചാരം കൂടാതെ ആത്മാവിനെ അറിഞ്ഞുകൂടായോ എന്നാൽ അറിയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അവിചാരത്താൽ നഷ്ടമായി പോയ ആത്മാവിനെ വിചാരത്താൽ പ്രാപിക്കേണ്ടതല്ലാതെ കൊടി തപസ് ചെയ്താലും ആരാൽ അറിയപ്പെടുകയില്ല. അതിനാൽ അവിചാരമാകുന്ന കായം പടർന്ന് മങ്ങിപ്പോയ ഗൂഢമാനസന്മാർക്ക് നിരന്തരം വിചാരം ചെയ്യുന്നത് തന്നെ പരമൌഷധം. അതിനാൽ വിചാരമാകുന്ന ജ്ഞാനം ചക്ഷുസിനാൽ ആത്മാവിനെ കാണേണ്ടതല്ലാതെ വേറെ ഒന്നിനാലും ആത്മാവിനെ കാണാൻ പാടുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ആ വിചാരം കൊണ്ടാണ് ഇതിനെ അറിയേണ്ടത്. കാരണം ഇത് എവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അതെന്തുകൊണ്ട്? ശരിക്കും വിവേകിച്ച് നോക്കാത്തതുകൊണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പുതിയതായിട്ട് ഉണ്ടാക്കാനോ ഒന്നുള്ള പരിശ്രമമല്ല ചെയ്യുന്നത്. ഇതിന് എന്തോ പറഞ്ഞു, അതായത് അവിചാരമായ കായം പടർന്ന് മങ്ങിപ്പോയിരിക്കുന്ന മൂഢമാനസന്മാർക്ക് നിരന്തരം വിചാരം ചെയ്യുന്നത് തന്നെ പരമോക്ഷതം. അതാ അതുകൊണ്ട് ഇത് വിചാര മാർഗമാണ്. നമ്മുടെ ജ്ഞാനമാർഗത്തെ വിചാര മാർഗം. മറ്റതെല്ലാം ഭക്തിമാർഗം, നാമം പറയും. പിന്നെ യോഗമാർഗം, അതിൽ പ്രാണായാമങ്ങളൊക്കെ ചെയ്തിങ്ങനെ ഒരു രേചക പൂരക കുംഭകങ്ങളൊക്കെ ചെയ്തിരിക്കും. പിന്നെ ഉപാസന മാർഗം, അത് ഉള്ളിൽ ശിവനെയും വിഷ്ണുവിനെയൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പല രൂപത്തിൽ ഇതിൽ ഉണ്ട് ഭക്തന്മാർ. ഇത് ജ്ഞാനികൾ അങ്ങനെയല്ല. അവർ നല്ല വിചാരവാന്മാരാണ്. തത്വവിചാരമാണ് ഇവരുടെ. ഇതാണ് തത്വാരായ എന്നൊക്കെയാണ് ഇവർ പേര്. ഇങ്ങനെ ഇരുന്ന് അവർ കാര്യം സാധിക്കും. ആരും അറിയാതെ കാര്യം സാധിക്കുന്നവരാണ് ഇവർ. മറ്റവരെല്ലാം ഭയങ്കര കാര്യങ്ങളൊക്കെ കാണിച്ച് ബഹളങ്ങളൊക്കെ കാണിച്ചൊക്കെ അവർ നിൽക്കും. മറ്റവർ ഒന്നും അറിയാതെ അവർ പോകുന്നവരാണ് ഇവർ. അതാണ് ജ്ഞാനികൾ. അവർക്ക് യാതൊരു വെച്ചുകെട്ടും കാണില്ല.
അപ്പം നിരന്തരം വിചാരം ചെയ്യുന്നത് തന്നെയാണ് പരമ ഔഷധം. ഔഷധം ഏതിനു വേണ്ടി? ഈ പറയുന്ന ബന്ധ വിമോചനത്തിന്, മുക്തിക്കും വേണ്ടിയിട്ടുള്ള ഔഷധമാണ്. നിരന്തരം ഇതിനെ വിചാരം ചെയ്യുക. പറഞ്ഞു, ഈ ഇതിൽ നിത്യം ഏതാണ്? നിത്യം നീയാണ്. ആ നീ ആരാണ് എന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ ഇതുവരെ? അതാണ് ആ ഒരു ഇടമുറിയാത്ത ബോധം. അതാണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുഭവിതം എന്നൊക്കെ പറഞ്ഞ് പട്ടതിരിപാടി. ഇങ്ങനെ ഓരോരുത്തരും ഈ ഭാഗത്തെ വർണ്ണിക്കുന്നുണ്ട്. അറിവിനുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഗുരുവിലും. അറിവിനുമേറി നമ്മുടെ ഇന്ദ്രിയ അറിവല്ല, അതിനപ്പുറത്തെ അറിവാണ്. ഇതിനെല്ലാത്തിനും അറിയുന്ന ഒരു അറിവുണ്ട്, അഖണ്ഡമായൊരു അറിവ്. അതിനെ അറിഞ്ഞാൽ പിന്നെ എല്ലാം അറിഞ്ഞതിന് സമമായി. ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്ന് പറയുന്നു. അതിനെയാണ് തന്നെ അറിയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതോടുകൂടി അവന് എല്ലാ ഭ്രമങ്ങളും നീങ്ങി പരമശാന്തനായി. അവനിനി ഒന്നും തന്നെ ഇനി നേടത്തക്കതായിട്ടില്ല. അവൻ പറഞ്ഞു, ഇനി എന്തൊരു നേടാൻ ഒന്നുമില്ല. അവനെ സംബന്ധിച്ച് എല്ലാം ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർത്തെന്ന് പറയില്ലേ, ഇനി എനിക്ക് ഒരു ജോലിയും ചെയ്യാനില്ല എന്ന് പറയുന്നവരെ പോലെയാണ് അവർ. അങ്ങനെയൊക്കെ ആയി വരുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് അത്രയും വേദത്തിൻ്റെ സട്ടിലായിട്ടുള്ള തീരുമാനങ്ങളാണ്. നമുക്ക് ഈ വേദങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ കർമ്മം കിടക്കയില്ലേ, ഒരു വശത്തൂടെ പ്രാരബ്ധ കർമ്മം കിടക്കയില്ലേ. മക്കളും മോനും ഭാര്യയും ബന്ധവും 10 സെന്റ് തറയും ഇതെല്ലാം കിടക്കില്ലേ. ഇത് സംബന്ധിച്ചുള്ള വ്യവഹാരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനവർ പറഞ്ഞാണ് ഒരു പരിധി കഴിയുമ്പോൾ മക്കളെ ഏൽപ്പിക്കുക. ഇതൊക്കെ ഇത് വേദം എല്ലാം വിധിച്ചു. ഗൃഹസ്ഥാശ്രമികൾ എന്നത് ഗൃഹസ്ഥാശ്രമികളൊന്നുമല്ല. അവർ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ അവർ സന്യസിക്കണം. അവർ വാനപ്രസ്ഥം വെളി. ശ്രീരാമനൊക്കെ രാമായണത്തിൽ കൂടെ എന്തിനാണ് കാണിച്ചത്? ഇത്ര വയസ്സായപ്പോൾ ഇത്ര ആയപ്പോഴത്തേനും അവർക്ക് വാനപ്രസ്ഥം പറഞ്ഞു. അത് വിധിയാണ്. വാനപ്രസ്ഥം പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് പോകും. പിന്നെ ഈ സീതയും കൂടെ പോയാൽ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് അല്ലേ? കഥയിൽ നമ്മൾ നോക്കുമ്പോൾ. കാരണം സ്ത്രീകൾക്ക് അങ്ങനെ ഈ പറഞ്ഞ വേദാന്തത്തിൽ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം രാമായണം നമുക്ക് ബേസിക്കായിട്ട് എങ്ങനെ ഒരാൾ എങ്ങനെ പ്രവർത്തിച്ചാൽ ഈ സാക്ഷാത്കാര ജ്ഞാനം ഉണ്ടാവും എന്നുള്ളതിനെ ഒന്ന് വരച്ച് കാണിച്ചത്. അതാണ് രാമായണമൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ ഇതുപോലെ സാധാരണ ഒരു അമ്മയുടെ ഗർഭത്തിൽ വന്ന ഒരു പയ്യൻ തന്നെ അല്ലേ? കൗസല്യയുടെ പുത്രനാണ് രാമൻ. പിന്നെ ദശരഥ മഹാരാജാവിന് എത്ര ഭാര്യമാരില്ലേ? എത്ര പേര്? അപ്പം അതിലെല്ലാം ഓരോ കുട്ടികളും 1ഉം 2ഉം വെച്ച് കുട്ടികളാണ്. അപ്പം ഇവരെല്ലാം സഹോദരങ്ങൾ. ഇപ്പോൾ അമ്മമാർ വേറെ ആണെങ്കിലും ഇവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നു. അതാണ് ഇതിനകത്തുള്ള കാര്യം. അതിൽ വേർതിരിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കേണ്ടതെന്നുള്ളതാണ്. ശ്രീരാമൻ മാതൃകാ പുരുഷൻ. അതാണ് എന്താ പറയുക? മാതൃകാ പുരുഷോത്തമനാണ്. മര്യാദ പുരുഷോത്തമൻ. ഈ മര്യാദ പുരുഷോത്തമൻ ഇത് വരച്ച് കാണിക്കാൻ വേണ്ടിയാണ് വാൽമീകി ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളതിൽ ശ്രീരാമനെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അതിൽ പൂമാല ഇട്ട് ഇങ്ങനെ എപ്പോഴും തൊഴുതുകൊണ്ടിരുന്നത് അതൊന്നും ഒരു കാര്യമല്ല. ഇതിനകത്തുള്ള തത്വത്തെ ഗ്രഹിക്കുന്നതാണ് ഇത് പ്രധാനം. മറ്റൊന്നും ആയിക്കോളാം, കുഴപ്പമൊന്നുമില്ല. അത് കുറ്റമൊന്നും പറയില്ല. അവർ ദൈവങ്ങളാണ്. കാരണം ജ്ഞാനികളല്ലേ. അവരെ സംബന്ധിച്ച് അവരൊരു വലിയ ഒരു പിന്നെ ഇത് പാത വെട്ടി തുറന്ന് കാണിച്ചു. അത് അവർ മാതൃകാ പുരുഷന്മാരാണ്. നമ്മൾ ജ്ഞാനികളായിരിക്കുന്നവരെയൊക്കെ നമ്മൾ വധിക്കുന്ന എന്തുകൊണ്ടാണ്? അവർ നടന്ന വഴിയാണ് നമ്മൾ. അതുപോലെ നമുക്കും പോകാൻ സാധിക്കണേ ഭഗവാന് എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കാനുള്ള. ഇതാണ് ഈ വിചാരമാണ് ഇതിൽ വേണ്ടത്. ഈ വിവേകം. വിചാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും വേറെ എന്താണ്. ഈ വിവേകമാണ് ഇതിൽ വേണ്ടത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. അവർ ഇതിൻ്റെ ഇടയിലൂടെ അവർ ആ വിവേകത്തെ ചെയ്ത് തൻ്റെ സ്വരൂപമായിട്ട് ഉണർന്ന് നിശ്ചയിക്കപ്പെടും. അവർക്ക് പറ്റും. അവർക്കാണ് അതിന് കഴിവുള്ളത്. അതുകൊണ്ടാണ് ജ്ഞാനികൾക്ക് വലിയ പ്രാധാന്യം. അവരെ കാണാനും അവരെ തൊട്ട്
നമസ്കരിക്കാനും ദീർഘ നമസ്കാരമൊക്കെ ചെയ്യുമ്പോഴേ അവർ നിൽക്കുന്ന നില അങ്ങനെ ആയതുകൊണ്ട് ഇയാൾക്ക് ഒരു അനുഭവം ഇതിലുണ്ടാകും. അങ്ങനെയൊക്കെയാണ് അവരുടെയൊക്കെ ഇത് എന്ന് വെച്ചാൽ വേറെയാണ്. അവർക്ക് അനുഗ്രഹിക്കാനുള്ള പവറൊക്കെ ഉണ്ട്. ഇത് കുറേ ആളുകൾ വന്നു കണ്ടില്ലേ, എല്ലാവരും ഇവിടെ ശുപാർശ സ്വാമി അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ സാക്ഷാൽ പിന്നെ പേരെന്തിന് ഇവിടെ ഗുരുവായൂരപ്പൻ എഴുന്നള്ളി ഇരിക്കുന്നതായിട്ടാണ് ആളുകളെല്ലാം പറഞ്ഞത്. കാരണം ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ സ്വാമി ഇരുന്നത്. അപ്പോഴാ ഇടക്കാലങ്ങളിലൊക്കെയാണ് സ്വാമിയുടെ പുഷ്കര സമയത്താണ് അച്ഛനൊക്കെ അവിടെ ചെന്ന് പെടുന്നത്. അച്ഛനങ്ങോട്ട് പെട്ടു. അപ്പോഴാണ് ഓരോരുത്തർ വരികയും പാദ നമസ്കാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ നിൽക്കുകയൊക്കെ സംഭവിച്ചപ്പോൾ സ്വാമി പറയും, മോനെ ഇപ്പോൾ ഒരാൾ വന്നു കണ്ടോ തൊഴുതു, എന്തിനാണെന്ന് അറിയാൻ തോന്നുന്നു. അതിന് 2 സ്വർണ്ണക്കട ഇടിഞ്ഞ് ഒരു കടയും കൂടെ വേണം അപ്പുറത്ത്. ഇത് ഇവരുടെ മനസ്സിലുള്ളതാണ്. സത്യം പറഞ്ഞാൽ വെളിപ്പെടുത്തിയതല്ല, പക്ഷെ അവർക്കറിയാം. മോനെ 2 സ്വർണ്ണക്കടൊക്കെ ഉണ്ട്, ഇനി ഒരെണ്ണം കൂടെ വേണം, അതിനാണ് വന്നത്. മോനെ ഇതിനാരും കൂടെ വരണ്ട മോനെ പോലെ ഒരാൾ വന്നു. സ്വാമി പറഞ്ഞത് ഒക്കെ എന്താണ്, അവർക്ക് ജ്ഞാനമല്ല വേണ്ടത്. അവര് വീണ്ടും ഈ ലോകത്തിന് വലിയ ആളാകാനുള്ള ശ്രമമാണ്. ഇവിടെ എന്തൊരു ശ്രമം, ഇവിടെ ഇത്രയും വലിയ ആളുകൾ ഇവിടെ കിടക്കാൻ പോണാണ്. നിമിഷം കൊണ്ട് ഈശ്വരനെ അങ്ങ് വിളിക്കും, നീ വാടാന്ന് പറയും. അപ്പൊ അത് ചെല്ലണ്ടേ? അല്ലല്ല സ്വാമി, എനിക്ക് കുറച്ചും ജോലികളുണ്ട്, എൻ്റെ മോൻ്റെ കല്യാണം നടന്നില്ല, അതൊന്നും ഇവിടെ പ്രശ്നമില്ല, ഈ വാടാന്ന് പറഞ്ഞ് ചെന്നേ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ ഇത്ര കാര്യമേ ഉള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിൽ പ്രാധാന്യത്തോടുകൂടി ഇതിൽ പ്രവർത്തിക്കുന്നതിനാണ് പറയുന്നത് വിവേകം. നമുക്കൊന്നും വിവേകമേ വന്നിട്ടില്ലേ? ഞാൻ പറയണമെങ്കിലും വിവേകമൊന്നും നമുക്കൊന്നും വന്നിട്ടില്ല. ഇതാണ് ഇതിൻ്റെ വിവേകം. എപ്പോൾ വേണമെങ്കിലും പറഞ്ഞില്ലേ, പുലി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുലിയുടെ വായിലും പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടണം. അതിന് വേണ്ടുന്ന കരുതലുകൾ നമുക്ക് ഒക്കില്ല, എങ്കിലും പരമാവധി ശ്രമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ. ഇതിനാണ് നമ്മൾ ശ്രമിക്കാനുള്ളത്. അങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും.